ഹായ്, നമസ്കാരം. ഇന്നത്തെ അറിയാതിടങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മധു ചീമേനിയാണ്. ചീമേനിയിലെ യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഫോട്ടോ പ്രദർശനങ്ങളുടെയും ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം. നമസ്കാരം മധുവേട്ട. നമസ്കാരം. ഈ ചീമേനിയുള്ള സാക്ഷ്യം വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണല്ലോ. ഇങ്ങനെയൊന്ന് തുടങ്ങാനുണ്ടായ കാരണം എന്താണ്? ഒന്നാമത് ഫസ്റ്റില് എനിക്കൊരു പട്ടാളക്കാരൻ ആവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഈ മ്യൂസിയം തന്നെ എന്ന് പറയാം. അത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഒരു ഗൾഫ് യുദ്ധത്തെ കുറിച്ചുള്ള ഒരു ആൽബമാണ്. ഒരു 30 വർഷത്തിന് മുമ്പേ 1990 ഉണ്ടായ ഒരു ഗൾഫ് യുദ്ധം, അതിനെക്കുറിച്ച് ഒരു ആൽബം ഉണ്ടാക്കി. അതായത് അന്നത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടും ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഒരു മുഴുവനായിട്ട് ഒരു ആൽബം ഉണ്ടാക്കി. അങ്ങനെ ആൽബം കുറച്ച് ആൾക്കാരെ കാണിച്ചു. അപ്പം കുറച്ച് അന്നേരം സാക്ഷരതാ പഠിതാക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കാണിച്ചു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വാങ്ങിച്ചു. അത് പത്രമാധ്യമങ്ങൾ വാർത്തകൾ വന്നു. അങ്ങനെ അന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലാ കളക്ടർ ഈ ആൽബം ഉണ്ടാക്കിയതിന് ഒരു പാരിതോഷികമായിട്ട് ഒരു ഇതൊക്കെ തന്നു, ഗിഫ്റ്റൊക്കെ തന്നു. അതിൽ പിന്നെ അവിടെ ഇങ്ങോട്ട് കുറെ ആൽബങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ആൽബം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ ഈ വീട്ടിൽ വെച്ചതിനെ കൊണ്ട് ഗുണമില്ല. അത് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു ലൈബ്രറിയിലേക്കോ അല്ലെങ്കിൽ ഒരു മ്യൂസിയം പോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെന്നില്ലാണ് ആഗ്രഹം ഉണ്ടായത്. അപ്പം അത് ഏറ്റവും കൂടുതൽ ഞാൻ പട്ടാളത്തെയാണ് സ്നേഹിക്കുന്നത്. എനിക്കൊരു പട്ടാളക്കാരനാകണമെന്നില്ല ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഉണ്ടായിരുന്നത്. അപ്പം പട്ടാളക്കാരനാവാൻ കഴിഞ്ഞില്ല. ഒരു 10-18ഓളം റിക്രൂട്ട് തന്നെ പോയി, എല്ലാത്തിനും പാസ്സായി. പക്ഷെ ഫിസിക്കലിൽ കൂട്ടിപ്പോയി. അപ്പൊ ഈ ആൽബം പിന്നെ അതുകൊണ്ട് തന്നെ ഈ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പല രീതിയിൽ ബന്ധപ്പെട്ട് ഞാൻ എത്തിയത് മേജർ രവി സാറിന്റെ അടുത്താണ് എത്തിയത്. അപ്പം 18ഓളം ആൽബങ്ങളുണ്ട് ഇതിനെ കുറിച്ചല്ലേ. അപ്പൊ സാറ് എന്നെ ബന്ധപ്പെട്ട സമയത്ത് സാറിന് അത് നല്ല താല്പര്യം തോന്നി. അപ്പൊ സാറ് പറഞ്ഞു ഞാനത് ശ്രമിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കം ഒരു 2 മാസത്തിനുള്ളിൽ മദ്രാസ് റെജിമെന്റിൽ ഒരു വിളി വന്നു. ഇങ്ങനെ നിങ്ങൾ സാറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ ഞാനും ഫാമിലി കൂടിയിട്ട് ഇവിടുന്ന് മദ്രാസ് റെജിമെന്റിലേക്ക് പോയി. അങ്ങനെ അവിടെ പോയി അവരെ പട്ടാളക്കാരെ അവരെ ക്യാമ്പിൽ താമസിച്ചു. VIP റൂമിൽ തന്നെ അവരെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. പിന്നെ എല്ലാം അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിട്ടാണ്. ഈ ഇന്ത്യൻ ആർമീന്റെ വകയാണ്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു എന്നെ സംബന്ധിച്ചൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായ എനിക്ക് ഒരു ഇന്ത്യൻ ആർമിയുടെ കീഴിൽ അവിടെ പോയി താമസിക്കാനും ഒരു പട്ടാളക്കാരനും അല്ല, ഒരു റിട്ടയർഡ് പട്ടാളക്കാരനും ഒന്നുമല്ല. അങ്ങനത്തെ നമ്മളെ അവിടെ താമസിപ്പിക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞാൽ എനിക്കൊരു വലിയ സന്തോഷമില്ല കാര്യം തന്നെ. അങ്ങനെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ മ്യൂസിയം കണ്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു മ്യൂസിയം നമ്മളെ നാട്ടിൽ ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. ഇതിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇതില് പട്ടാളക്കാർ ഉപയോഗിച്ച ഏകദേശമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ആദ്യം തന്നെ പ്രയോറിറ്റി കൊടുത്തത് കർഷകനും പട്ടാളക്കാരനുമാണ്. അങ്ങനെ ഒരു കർഷകൻ കലപ്പയായിട്ട് നിൽക്കുന്നതും ഒരു പട്ടാളക്കാരൻ ഗണ്ണായിട്ട് നിൽക്കുന്ന ഇതാണ്. അപ്പൊ അതില് നമുക്കൊരു സന്ദേശം ഉണ്ടല്ലോ, ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു സന്ദേശം തന്നെയെന്ന് പറഞ്ഞാല് പട്ടാളക്കാരൻ ഉണ്ടെങ്കിൽ കൃഷിക്കാരനും കൂടി നമ്മുടെ രാജ്യത്ത് താമസിക്കാൻ വേണ്ടി പറ്റൂ. അതായത് നമ്മളെ അതിർത്തി രാജ്യങ്ങളില് പാകിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ ഇതുപോലെ അതിർത്തി രാജ്യങ്ങളിലും നമ്മളോട് ഫൈറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അവരുടെ ഇടയിൽ കൃഷിക്കാരനിടെ സുരക്ഷിതമായിട്ട് കൃഷി ഉണ്ടാക്കണമെങ്കിൽ പട്ടാളക്കാരനുണ്ടെങ്കിൽ മാത്രമേ കൃഷി ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മെസ്സേജ് കൊടുക്കാനുള്ള കാരണം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പട്ടാളക്കാരനാണ്. ഈ മ്യൂസിയത്തിന്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് വിശദീകരിച്ചു. മ്യൂസിയത്തിലുള്ളത് പട്ടാളക്കാർ ഉപയോഗിച്ച ഏകദേശമുള്ള സാധനങ്ങളൊക്കെ മ്യൂസിയത്തിലുണ്ട്. അതായത് അവരെ മെസ്റ്റിൻ ബോക്സ്, പിന്നെ ബഡാ ബാഗ്, ചോട്ടാ ബാഗ് എന്ന് പറഞ്ഞ സാധനങ്ങള്, പിന്നെ പെട്രോൾ അരിക്കുന്ന ഒരു ക്ലോത്ത്, പിന്നെ അവരെ റിബൺ എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. വെറും റിബൺ അല്ല, അതിനൊക്കെ ഓരോന്നിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. അതുപോലെ അതിന്റെ മെഡലുകള്, പിന്നെ മെസ്റ്റിൻ ബോക്സ്, അവർ ഉപയോഗിച്ച ഡെറി ഇപ്പൊ ഡെറി ഇഷ്യൂ ഇല്ല, പഴയ കാലത്ത് ഉപയോഗിച്ച ഡെറി എന്ന് പറഞ്ഞാല് ഇവർക്ക് നിലത്ത് വിരിച്ച് കിടക്കുന്ന സാധനമാണ് ഡെറി. അത് അവര് ലേ ഔട്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് വിരിച്ചിട്ട് അവരെ ബൂട്ട്, ഷർട്ട്, പാന്റ് എല്ലാം ലേ ഔട്ട് ചെയ്ത് വെക്കലുണ്ട്. അത് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ആ സമയത്ത് ഈ ഡെറി വിരിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഈ സാധനങ്ങളൊക്കെ ഒരേപോലെ ആക്കിയിട്ട് വെക്കിയ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്, ലേ ഔട്ട് ചെയ്തിട്ട്. ആ ഡെറി അതിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചാകൽ എന്ന് പറഞ്ഞ
ഇതുണ്ട്, വാട്ടർ ബോട്ടിൽ, വെള്ളം കൊണ്ടുപോകുന്ന സാധനം, ചാകൽ എന്നതിന്റെ പേര്. അത് പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത തന്നെ, സാധാരണ നമ്മള് പട്ടാളക്കാര് ബോക്സിൽ, ഇതിന്റെ ഒരു ബോക്സ് ഉണ്ട്, അതിലാണ് വാട്ടർ ബോട്ടിൽ ഉണ്ട്, അതിലാണ് കൊണ്ടുപോവാ. ഈ ചാകൽ എന്ന് പറഞ്ഞാൽ ഒരു തരം ക്ലോത്ത് ആണ്. ആ ക്ലോത്തില് വെള്ളം നിറച്ചിട്ട് അവര് മരുഭൂമിയിലൊക്കെ ചൂടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ, മരുഭൂമി നല്ല ചൂടുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകാം ബോട്ടലിന് പകരം. അപ്പൊ ഇതിനകത്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ നമ്മള് ഫ്രിഡ്ജിൽ വെച്ച പോലെ തന്നെ നല്ലൊരു തണുപ്പ് കിട്ടും. ഈ ചൂട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാകലില് വെള്ളം കൊണ്ടുവന്നത്. അത് സാധാരണയായിട്ട് നമുക്ക് കാണൽ കുറവാണ്. പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ കാണാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇതുവരെ കാണാത്ത വെച്ചാൽ സാധാരണക്കാര് അധികം കാണാത്ത ഷിപ്പ് റോപ്പ് ഒന്നും അധികം ആൾക്കാർ നമ്മൾ ഈ നാട്ടിൻ പുറത്തുള്ള ആളൊന്നും ഷിപ്പ് റോപ്പ് എന്ന് പറഞ്ഞവരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെയുള്ള സാധനങ്ങള് ഈ പറഞ്ഞ മെസ്റ്റിൻ, ഈ ജനങ്ങൾക്ക് പട്ടാളം എന്ന് പറഞ്ഞാല് ഒരു യൂണിഫോം ഇട്ടിട്ട് ഒരു തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു യൂണിഫോമിൽ കാണുന്ന ഒരു പട്ടാളക്കാരനെ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഒരു പട്ടാളം എന്ന് പറഞ്ഞാല് അവര് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ നമ്മളെ ഇന്ത്യ രാജ്യത്ത് സംരക്ഷിക്കുന്നത്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരെ ജീവിതം മുഴുവൻ, ഒരു ഏകദേശ ജീവിതം എല്ലാം കംപ്ലീറ്റ് നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക. നമ്മൾ മറ്റുള്ള തൊഴിൽ ചെയ്യും പോലെയല്ല ഒരു പട്ടാളക്കാരന്റെ തൊഴില്. അവരെ ജീവിതം മുഴുവൻ, അവരെ 17 വയസ്സിൽ ജോലി കിട്ടിയാല് അവരെ അത്രയും വയസ്സ് വരെ ഫുള്ള് ഈ രാജ്യത്തിന് വേണ്ടിട്ട് തന്നെ കളയുന്നു, ഫുൾ ടൈം. നമ്മളങ്ങനെ, നമ്മൾ വേറൊരു തൊഴിൽ കിട്ടിയാലും നമുക്ക് ഒരുപാട് മറ്റുള്ള നമ്മൾ വീട്ടിൽ വരാനും മറ്റുള്ള പോവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്കൊരു സമയമുണ്ട്. പക്ഷെ ഒരു പട്ടാളത്തിന് അതല്ല. അയാൾ ഇന്ന് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാല് കുട്ടീന്റെയും ഭാര്യനെയും കൂടി അച്ഛനെയും അമ്മേനെയും കൂടി കിടന്നുറങ്ങാൻ പെട്ടെന്നായിരിക്കും ഒരു വിളി വരിക, പോയേ പറ്റൂ. അതാണ് പട്ടാളം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ത്യാഗങ്ങളും ഉണ്ട്. അവരെ ത്യാഗത്തിലൂടെയാണ് നമ്മളിവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. അത് സാധാരണക്കാർക്ക് പട്ടാളത്തെ കുറിച്ച്, നമ്മൾ ഈ കേരളത്തില് പട്ടാളത്തെ കുറിച്ച് വലിയൊരു മതിപ്പ് കാണുന്നില്ല. എല്ലാരെയും പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാർ മതിപ്പില്ല. നേരെ വെച്ചൊരു പോലീസുകാരെ കണ്ടാൽ അവർ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി പെരുമാറുന്നു. പോലീസുകാർ നല്ലത് തന്നെ, പക്ഷെ പട്ടാളത്തെ അത്ര പോലും നമ്മൾ ഗവനിക്കുന്നില്ല. പക്ഷെ പട്ടാളക്കാർ ഇല്ലത് കൊണ്ടാണ് നമ്മളിവിടെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നതിന്റെ ബോധം നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്കില്ല. വടക്കേന്ത്യയിൽ പോലും പട്ടാളക്കാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരെ അത്രയും ബഹുമാനിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അത് കുറവാണ്. പിന്നെ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മളെ കേരളത്തില് നമ്മൾ സുരക്ഷിതരാണ്. നമ്മളെ ഗവൺമെന്റും നമ്മളെ മറ്റുള്ള സോഷ്യൽ വർക്ക് എല്ലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പട്ടാളത്തിന്റെ ആവശ്യം കേരളത്തിൽ വരുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ വടക്കേന്ത്യയിൽ പോലും തീവ്രവാദം മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ജനങ്ങളെ ആക്രമിക്കുന്ന ആ ഒരു പ്രശ്നം വരുന്നത് പട്ടാളം ഇടപെടുന്നതുകൊണ്ടാണ് പട്ടാളത്തിന് കൂടുതൽ റെസ്പെക്ട് അവർ കൊടുക്കുന്നത്. അതുപോലെ ഒരു പട്ടാളക്കാരനാവാൻ പറ്റാത്തിൽ നല്ല വിഷമമുണ്ട്. പട്ടാളക്കാരൻ ആവാത്തൊരു വിഷമമുണ്ട്. എന്ന് വെച്ചാല് എന്റെ ഇന്നും എന്നെ ഇപ്പം മോഹൻലാലിനും മറ്റേ ഇവരൊക്കെ കിട്ടിയാണെങ്കിൽ ഒരു പെട്ടെന്ന് എന്നെ ഒരു 2 മാസമെങ്കിലും പട്ടാളത്തിൽ നിയമിക്കുന്ന എനിക്കത് വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാൻ ബാങ്കില് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ചീമേനി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കില്. ഫാമിലി രജനി ഭാര്യ, മൂത്ത മകൻ ആകാശ്, രണ്ടാമത്തത് ജഗന്നാഥ്, മൂന്നാമത്തെ മകൻ ശിവദത്ത്. മക്കള് മൂത്ത ആള് ഡിഗ്രിക്ക് പഠിക്കുന്നു, മറ്റേ രണ്ടാമത്തെ ആള് +1, മൂന്നാമത്തെ ആള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3 ആൺകുട്ടികളാണ്. അങ്ങനെ ആഗ്രഹമുണ്ട് പട്ടാളക്കാരെ അതിൽ പോണെന്നല്ലേ, ഡിഫൻസിൽ ചേർക്കണം എന്നല്ല ആഗ്രഹമാണ്. അതില് രണ്ടാമത്തെ മോന് കുറച്ച് സുഖമില്ലാത്തതാണ്. മറ്റേ മൂത്താള് ഇളയാളും ഓക്കെയാണ്. അങ്ങനെ ആഗ്രഹം. ഈ എക്സിബിഷൻ തുടങ്ങിയപ്പോഴാണ്? എക്സിബിഷൻ തുടങ്ങി മെയ് 4 തുടങ്ങി. മെയ് 4 മുതൽ മെയ് 15 വരെ അല്ലെങ്കിൽ 16 വരെ വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെയ് 15 പറഞ്ഞാൽ ഇന്നായി, ലേറ്റ് ആയി. അപ്പൊ നമ്മള് ഇത് പിന്നെ പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. പബ്ലിക്കിനെ കാണിക്കുമ്പോൾ തന്നെ പട്ടാളത്തിന്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അതിന്റെ മെസ്സേജ് എത്തിക്കുക, അതിന്റെ ജവാന്മാരുടെ ത്യാഗങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുവാനും അത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പം ചീമേനി അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ആടെ പബ്ലിക് കൂടുതൽ ഇല്ലതുകൊണ്ടാണ് അവിടെ വെക്കാൻ കാരണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അത് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ ഡേറ്റ്? എക്സ്റ്റെൻഡ് 16 വരെ. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മളെ അസിസ്റ്റന്റ് കമ്മീഷണർ പിന്നെ വേണുഗോപാൽ സാറാണ്. ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങളാണ്. പിന്നെ കൂടുതലും പട്ടാളക്കാർ തന്നെയാണ്. പല പട്ടാളക്കാരെ കുറെ ഗ്രൂപ്പിലിട്ടുകൊണ്ട് പല സ്ഥലത്തുനിന്നും ദൂരത്തുനിന്ന് കണ്ണൂരിന്ന് വരെ, അതിനടുത്ത് ഇവിടെ വെച്ചിട്ട് കണ്ണൂർ കുറച്ച് ദൂരമാണല്ലോ. കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലെ
നല്ല പട്ടാളക്കാരെ അവർ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട് നല്ല കാര്യങ്ങൾ കുറെ അഭിനന്ദിക്കാനും ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിന്റെ കളക്ഷൻ ഒക്കെ തുടങ്ങിയിട്ട് എത്ര വർഷമായി? കളക്ഷൻ തുടങ്ങിയിട്ട് 30 വർഷത്തിന് മേലെയായി. ഞാൻ എനിക്കൊരു 16-17 വയസ്സുണ്ടാകുന്ന സമയത്ത് തുടങ്ങിയതാണ്. എനിക്കൊരു 53 വയസ്സായി. അപ്പൊ ആ സമയത്ത് 90-ല് കുവൈത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങിയത്. ഒരു യുദ്ധങ്ങളെ കുറിച്ച് ഒരു ആൽബമാണ് ഉണ്ടാക്കിയത്. അതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് നടന്ന കുറെ യുദ്ധങ്ങളെ കുറിച്ച് ഒരു 17-18 ആൽബങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഫോട്ടോ പ്രൊജക്ഷൻ ചെയ്യും. യുദ്ധങ്ങളെ കുറിച്ചുള്ള ഫസ്റ്റ് വേൾഡ് വാർ തൊട്ട് ഇതുവരെ കഴിഞ്ഞ യുദ്ധങ്ങളെ കുറിച്ചുള്ള ഫോട്ടോ പ്രൊജക്ഷൻ സ്കൂളുകൾ, കോളേജുകൾ, മറ്റു പൊതു സ്ഥലങ്ങളിൽ ഒക്കെ എക്സിബിഷൻ ചെയ്യലുണ്ട്. അപ്പൊ ഇതന്നെ യുദ്ധം നമുക്ക് നല്ലതല്ല, യുദ്ധത്തിന്റെ വിപത്തുകൾ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഉദ്ദേശം കൂടിയിട്ടാണ് ഈ എക്സിബിഷൻ ചെയ്യുന്നത്. അതിന് നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു എന്റെ സാമ്പത്തികം എന്ന് പറഞ്ഞാല് നമുക്ക് ലാഭം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാല്, ഇപ്പൊ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വണ്ടിയിൽ എണ്ണ അടിക്കേണ്ട ഒരു പൈസ ഒരു 500 അങ്ങനെ തരും. അത് വാങ്ങിക്കും. അല്ലാതെ ഒരു പൈസ പറഞ്ഞിട്ട് ഞാൻ വന്നാൽ എനിക്ക് ഇത്ര തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഒരു സാമൂഹിക സേവനമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ കൊണ്ട് എനിക്ക് കുറെ നേട്ടങ്ങളുണ്ടായിരുന്നു, കുറെ ബന്ധങ്ങളുണ്ടായി. കുറെ സ്കൂളുകൾ ഇങ്ങനെ നമുക്കും കുറച്ച് അറിവുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കുറച്ച് അറിവുകൾ കിട്ടി. ഇതൊക്കെ തന്നെയാണ് അതിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. പിന്നെയാണ് അനുമോദനങ്ങളോ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്കൊരു 3 അവാർഡ്. ഒന്ന് നമ്മളെ ഈ കാഞ്ഞങ്ങാട് ഒരു തുളുനാട് മാസിക എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു നമ്മളെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയിട്ടില്ലേ ഇതാണ്. അതിന്റെ ഒരു 2 അവാർഡ്, ഒരു വിദ്യാഭ്യാസ അവാർഡ്, പിന്നെ ഈ കഴിഞ്ഞ കൊല്ലത്തെ ഇതുപോലെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ശാരദ മെമ്മോറിയൽ, ഈ നടി ശാരദന്റെ കോഴിക്കോട് വെച്ച് നടക്കുന്ന അവര് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഒരു ദേശീയ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ അംബേദ്കർ ഒരു അവാർഡ് അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയിട്ടാ, മുമ്പേ പ്രഖ്യാപിച്ചതാണ്. അത് ഈ വർഷം കിട്ടുന്നല്ലേ വിചാരിക്കുന്നത്. അങ്ങനെ അത്ര പേരെ ചെറിയ ചെറിയ മേഖലയില്. പിന്നെ അനുമോദനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അനുമോദനങ്ങൾ കിട്ടിയ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്, മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ട്. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഈ ആൽബൊക്കെ ഈ മ്യൂസിയം ഉണ്ടാക്കിയതുകൊണ്ട് എന്റെ വീട്ടില് കോഴിക്കോട് TA ബറ്റാലിയനിലെ കമാൻഡിംഗ് ഓഫീസർ നവീൻ ബെഞ്ചിത്ത് സാറ്, അതുപോലെ അവിടുത്തെ സുബൈദർ മേജർ മധു സാറ്, പിന്നെ നമ്മളെ ബോംബെ താജ് ഹോട്ടൽ ആക്രമണത്തിൽ ഭീകരവാദികളെ വെടിയേറ്റ നമ്മുടെ മനേഷ് സാറ്, ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നു. അത് എനിക്ക് ജീവിതത്തിൽ ഒരു ലോക അവാർഡ് കിട്ടിയതിന്റെ തുല്യമാണ്. എന്താ വെച്ചാൽ നമ്മളൊരു സാധാരണക്കാരായ വ്യക്തി, ഒരു കമാൻഡിംഗ് ഓഫീസർ സുബൈദർ മേജർ ഒരു സാധാരണക്കാരന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാല് അതൊരു വലിയ ഒരു സാധാരണ പട്ടാളക്കാരന്റെ വീട്ടിൽ വരെ പോകും. സാധാരണ പട്ടാളക്കാരന്റെ വീട്ടിൽ വരെ പോവാത്ത എന്നെ പോലെയുള്ള ഒരാൾ വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതാ പറഞ്ഞത്, അതന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ പ്രചോദന അനുഭവം, അവാർഡ് എന്ന് പറയുന്നത് തന്നെ. അതെനിക്ക് ഏറ്റവും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് അത്. നല്ല അനുഭവങ്ങൾ ഒരുപാട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കൈപ്പേറിയ അനുഭവങ്ങൾ വല്ലതും? കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ നല്ലതും മോശവും പറയാൻ ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിന് പ്രചോദനം തരാൻ ആൾക്കാർ കുറവാണ്, പക്ഷെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ നമ്മൾ അതെല്ലാം തരണം ചെയ്യാൻ നമുക്ക് ഒരു ലക്ഷ്യം, നമ്മളെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായാലും എന്തായാലും ഇത് വിജയിക്കുന്നില്ല ഒരു ബോധം എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ എനിക്കിപ്പം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളിപ്പോ ഈ കമാൻഡിംഗ് ഓഫീസർ നവീൻ സാറ്, മനേഷ് സാറ്, അതുപോലെ ഇന്ത്യയിലും നമുക്ക് ഇതിലേക്ക് ഒരു റൂട്ട് ആക്കി തന്നത് മേജർ രവി സാറാണ്. സാറിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെയൊക്കെ ഒരു അടുത്തേക്ക് എത്തിക്കാനില്ല, ഇതെല്ലാം നേരിട്ട് വന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ ആ രീതിയിലേക്ക് എത്തിച്ചു തന്നത് മേജർ രവി സാറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റൂല. ഈ മേജർ രവി സാറാണല്ലോ ഇത്രയും നിങ്ങൾക്ക് സഹായം ചെയ്തത്. മേജർ രവി സാറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു. മേജർ രവി സാർ എന്ന് പറഞ്ഞാല് നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാല് നമ്മൾ കൂളായിട്ട് ഒരു സെലിബ്രേറ്റ് ആണ്. എന്നാലും നമ്മളോട് ഏതൊരു ആൾക്കാരോടും നല്ല രീതിയിലെ ഒരു തന്നെയാണ് കാണിക്കുക. അപ്പൊ ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ PA ആയിട്ടാണ് ആദ്യം അനിൽ സാറിനെയാണ് ആദ്യം ബന്ധപ്പെട്ടത്. അപ്പൊ അനിൽ സാറിനെ ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ തന്നെ അനിൽ സാറിന് നല്ലൊരു സന്തോഷമായി. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണ് സാറുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം എന്നോട് ഇത് അവിടെ പോയി ഈ ആൽബങ്ങളൊക്കെ നോക്കി അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ സാറിന് വളരെ സന്തോഷം ഉണ്ടാക്കി. അപ്പൊ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ എന്താ വെച്ചാൽ സാറ് പറഞ്ഞു, നമ്മളൊരു സിവിലിയനായ നിങ്ങൾ ഇത്രയും നല്ല ഒരു കാര്യങ്ങൾ ഒരു പട്ടാളക്കാരന് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്തത്.
അതുകൊണ്ട് നമുക്ക് രാജ്യത്തിന് തന്നെ ഒരു അഭിമാനമാണെന്നെല്ലാം പറഞ്ഞിരുന്ന സാറ് നല്ല 1-2 നല്ല വാക്കുകൾ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം ഈ മ്യൂസിയം കാണാനിടെ, അതായത് വെല്ലിംഗ്ടണിൽ പോവാനില്ലേ കാര്യങ്ങൾ റൂട്ടാക്കി തന്നത് സാറാണ് അവിടെ വിളിച്ചു പറയല്ല ചെയ്യുന്നത്. സാറിന്റെ കെയർ ഓഫിലാണ് അവിടെ എത്തിപ്പെട്ടത്. അതിനുശേഷമാണ് അവിടെ എത്തിപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് ഇപ്പം കമാൻഡിങ് ഓഫീസർ ഇവരൊക്കെ നമ്മൾ വീട്ടിൽ വരുന്നത്. ഇതിനൊരു നിമിത്തം ആയത് മേജർ രവി സാർ തന്നെയാണ്. അത് നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. ആദ്യം തന്നെ ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോഴുണ്ടായ ഒരു ഇതൊന്ന് പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടായിരിക്കില്ലേ? അതെ. ഞാൻ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സെലിബ്രേറ്റ് ആയ ഒരാളെയൊന്നും ഇങ്ങനെ നേരിട്ട് കാണുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് മേജർ സാറിനെ കാണണം. അദ്ദേഹത്തിന്റെ കീർത്തി ചക്ര പോലുള്ള സിനിമകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകളാണ് എന്നെ സംബന്ധിച്ച്. ഒരു പട്ടാളക്കാരെ കഥയൊക്കെ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധായകൻ, അതിൽ കൂടി ഒരു മേജർ എന്ന രീതിയിൽ ഒരു പട്ടാളക്കാരന്റെ രീതി സംവിധായകൻ പട്ടാളക്കാരന് മുൻതൂക്കി കൊടുത്തുകൊണ്ട് അയാൾ കാണുന്നതിൽ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. അതുപോലെ ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ നമുക്ക് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനും സംസാരിക്കാനും അവരായിട്ട് എപ്പം ബന്ധം പുലർത്താനും ഇല്ല ഒരു സാഹചര്യം. അപ്പം നമ്മുടെ ഈ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും ഈ അറിയാതെ ഇടങ്ങളിലെ ഈ മീഡിയയിൽ കൂടി വന്ന് എന്നെ പരിചയപ്പെടുത്തിയതിൽ എനിക്ക് മീഡിയയോട് അതിയായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. മധു ചീമേനി മുണ്ട്യ ക്ഷേത്രം കളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ സാക്ഷ്യം പദ്ധതിയാണ് അദ്ദേഹത്തെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചത്. ഒരു പട്ടാളക്കാരനാകണം എന്ന ആഗ്രഹം ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന വ്യക്തിത്വം. ആ യൂണിഫോമിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം തന്നെയാണ് ഇങ്ങനെയൊരു മ്യൂസിയത്തിലേക്ക് മധു ചീമേനിയെ എത്തിച്ചത്. പട്ടാളത്തോടുള്ള സ്നേഹം 18ഓളം ആൽബങ്ങളായാണ് അദ്ദേഹം സൂക്ഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന മോഹമാണ് അദ്ദേഹത്തെ മേജർ രവി സാറിലേക്ക് എത്തിക്കുന്നത്. മേജർ രവി സാറിന്റെ സഹായത്തോടെ മദ്രാസ് റെജിമെന്റ്സിൽ പോകാനും പട്ടാള ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം താമസിക്കാനുമുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായി. അവിടെ കണ്ട മ്യൂസിയമായിരുന്നു സാക്ഷ്യം മ്യൂസിയം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. പട്ടാളക്കാർ ഉപയോഗിക്കുന്ന എല്ലാവിധ സാധന സാമഗ്രികളും സാധാരണക്കാർക്ക് പരിചയപ്പെടുത്താൻ ഈ മ്യൂസിയത്തിലൂടെ സാധിച്ചു. കർഷകനും പട്ടാളക്കാരനും എന്ന തീമിലൂടെയാണ് സാക്ഷ്യം കടന്നുപോകുന്നത്. പട്ടാളക്കാരുടെ ജീവിതവും ത്യാഗവും രാജ്യസേവനവും സാധാരണക്കാരന് മനസ്സിലാക്കാൻ ഈ മ്യൂസിയത്തിലൂടെ സാധിക്കണമെന്നാണ് മധു ചീമേനിയുടെ ആഗ്രഹം. അതിലൂടെ കേരള ജനതയ്ക്കിടയിൽ പട്ടാളക്കാരോടുള്ള മതിപ്പുയരണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ചീമേനി സർവീസ് ബാങ്കിൽ മാനേജറായി ജോലി ചെയ്യുമ്പോഴും ഒരു പട്ടാളക്കാരനാകാൻ കഴിയാതെ പോയതിൻ്റെ നൊമ്പരം ആ വാക്കുകളിലുണ്ട്. ഭാര്യയും 3 ആൺമക്കളടങ്ങുന്നതുമാണ് മധു ചീമേനിയുടെ കുടുംബം. തനിക്ക് സാധിക്കാത്തത് മക്കളിലൂടെ സാധിച്ചു കാണണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. 30 വർഷത്തിന് മേലെയായി സമാഹരിച്ച ആൽബങ്ങളും യുദ്ധസാമഗ്രികളുമാണ് അദ്ദേഹം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഒരു സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി ഇതിനെ അദ്ദേഹം കാണുന്നു. പുതിയ തലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. അതിലൂടെ രാജ്യസേവനത്തിനായി പുതുതലമുറ മുന്നോട്ട് വരട്ടെ എന്ന് പ്രത്യാശിക്കാം. സൈനികരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാവലും കരുത്തും. മഞ്ഞിലും മഴയിലും പൊരിവെയിലും സ്വന്തം ജീവൻ പണയം വെച്ചും പിറന്ന നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ധീരഭാരതപുത്രന്മാരാണ് നമ്മുടെ സേനാംഗങ്ങൾ. ശത്രുരാജ്യങ്ങളുടെ പ്രതിലോമ പ്രവർത്തനങ്ങളിൽ ജീവൻ പൊലിഞ്ഞ ധീരജവാന്മാർക്ക് നമുക്ക് ആദരമർപ്പിക്കാം. അകൽ എന്ന ക്ലോത്ത് വാട്ടർ ബോട്ടിൽ, കപ്പൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ഷിപ്പ് റോപ്പ്, കപ്പൽ മോഡലുകൾ, സിയാച്ചിൻ മലനിരയുടെ മോഡൽ, ബുള്ളറ്റ് പ്രൂഫ്, 1970 തൊട്ട് ഉപയോഗിച്ച വിവിധതരം മിലിറ്ററി ബാഗുകൾ, ശൈത്യകാലത്ത് തണുപ്പിനെ നേരിടാൻ ശരീരം നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഹൃദയമല്ലെങ്കിൽ മസ്തിഷ്കം പോലെയുള്ള അവയവങ്ങൾക്ക് മുൻഗണന നൽകുകയും അവയെ നല്ല ചൂടിൽ നിലനിർത്തുകയും ചെയ്യുന്ന സ്നോ ബൂട്ട്, സൈനികർ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൈനിക ടാഗുകൾ, ഇന്ത്യൻ പട്ടാളത്തോടൊപ്പമുള്ള സെൽഫി കോർണർ, ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേനാ മേധാവികളെക്കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം എല്ലാം നിങ്ങൾക്കായി ഇതാ ഇവിടെ ഒരുക്കിയിരിക്കും.